അവള് പറഞ്ഞത് കേട്ടില്ലേ? ഒരു സംശയം വേണ്ട, മമ്മി അവരെല്ലാവരും ചേർന്ന് ആക്രമിച്ചത് തന്നെയാ. അങ്ങനെയൊന്നും ആയിരിക്കില്ല മാഡം. മിണ്ടിപ്പോരുത്. അവളെ ന്യായീകരിക്കാൻ എന്റെ മുന്നിൽ വെച്ച് ശ്രമിക്കണ്ട. ഇതെന്തൊരു സംഭവമാണ്? തല്ലായ തല്ലൊക്കെ മുഴുവൻ വാങ്ങിച്ച് തരുകയും ചെയ്യും, കൺമുമ്പ് വന്ന് ചാടുകയും ചെയ്യും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വീണ്ടും എന്റെ കൺമുമ്പിൽ ഇന്ന് അവൾ വന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഇതെനിക്കുള്ള ലോട്ടറിയാ. ഇന്ന് അവളെ കൈയോടെ പിടിച്ചാ എന്റെ വേദനയൊക്കെ മാറി ഞാൻ ഹാപ്പിയോ. ഇനി ആ വഴിക്ക് എങ്ങനെ പോയി കാണൂ? അപ്പൊ ഇതിനകത്തൊരാളുണ്ട്. ഇതെന്ത് പറ്റിയതാണ് ഇവളുടെ തലയ്ക്ക്? ഒരാളകത്തുണ്ട്. ഞാനാരാ? അല്ല, ഞാൻ ഈ പുറത്തേക്കുള്ള വഴി അന്വേഷിച്ച് വന്നതാ. പുറത്തേക്കുള്ള വഴി കണ്ടാ തനിക്ക് മനസ്സിലാവില്ലടോ. ഇറങ്ങണോ പുറത്ത്? സിസ്റ്ററെ ബഹളമൊന്നും വെക്കണ്ട. ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി ഞാൻ ഇവിടെ വന്നതാ. എന്റെ കണ്ണ് നല്ലോണം പിടിക്കുന്നില്ല, അവന്മാരെ അടിച്ച് കലക്കിയതാ. പക്ഷേ എനിക്ക് സിസ്റ്ററെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സിസ്റ്ററെ കാണാൻ നല്ല ഭംഗിയാ. ഇറങ്ങി പോവാൻ. സിതാര ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അവളുമാര് രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും. കണ്ടുപിടിക്കണം. എവിടെ ചെന്നാലും ഇയാളെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. അയാള് കണ്ടു കാണുമെന്നറിയില്ല. മോളെ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ഇറങ്ങി പോവാം. എന്തീ പറയുന്നേ? അമ്മ ഒട്ടും വയ്യാതെ കിടക്കല്ലേ? സാഹചര്യം അങ്ങനെയാ. ഉദയ നമ്മളെ കണ്ടുപിടിക്കും. അയാളിപ്പോ എല്ലായിടത്തും നമ്മളെ തിരഞ്ഞു നടക്കുകയായിരിക്കും. കൃഷ്ണേ, നീ ഒരു കാര്യം ചെയ്. ആ സിനിയെ നീ ഒന്ന് വിളിക്ക്. മാഡത്തിന് സുഖമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് നീ ഒന്ന് പറ. അവര് വന്നോളൂ. പിന്നെ അവര് വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങ് പോവാലോ. അതാ മോളെ നല്ലത്. മോള് വേഗം വിളിക്ക്. ആരാത്? എന്താ ഫോൺ സൈലന്റ് ആക്കിയേ? കൃഷ്ണേ. ഓ, കൃത്യമായി കണക്ഷൻ ഉണ്ടല്ലോ. ഫോൺ എടുക്ക്. എന്താ അവക്ക് പറയാനുള്ളതെന്ന് ഞാനും കൂടെ കേക്കട്ടെ. സ്പീക്കറിലിട്. ഹലോ കൃഷ്ണ. സിനിച്ചേച്ചി, ചേച്ചി ഇപ്പൊ എവിടെയുള്ളേ? ഞങ്ങൾ കുറച്ച് ദൂരെയാ. എന്തു പറ്റി? അത് സിത്താര മാഡം ഹോസ്പിറ്റലിലാ. തനക്കൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. എന്റെ മമ്മിക്ക് എന്താ പറ്റിയേ? ചോദിച്ചത് കേട്ടില്ലേ? മാഡം വീട്ടിലെ സ്റ്റെയർ കേസിൽ തട്ടി വീണതാ. എന്റെ മമ്മി വീണപ്പോ നീ എങ്ങനെയാടി എവിടെ എത്തിയത്? ആരാ മമ്മി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ? അത് ഞാനും അമ്മയും മോളിക്കുട്ടിയും കൂടെ ചേർന്നാ. സത്യം പറ, ആരുമില്ലാത്ത സമയം നോക്കി എന്റെ മമ്മിയുടെ അടുത്തേക്ക് നിങ്ങൾ മൂന്നും കൂടി എന്തിനാ വന്നേ? നിങ്ങൾ എന്താ എന്റെ മമ്മിയെ ചെയ്തേ? ഗാഥ, ഞാൻ പറയുന്നതൊന്നും കേക്ക്. മേഡത്തിന് ആരും ഒന്നും ചെയ്തതല്ല, മേഡം തനിയെ വീണതാ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിന്നോടൊന്നും ഒരിക്കലും അങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ വലിഞ്ഞു കയറി വന്നേ? നിങ്ങൾ തന്നെ എന്റെ മമ്മിയെ ഉപദ്രവിച്ചേ. ഗാഥ, ഞാൻ പറയുന്നതൊന്നും കേക്ക്. ഞങ്ങളിപ്പോ ഇവിടെ സിറ്റി ഹോസ്പിറ്റലിലാ ഉള്ളത്. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. എന്റെ മമ്മിക്ക് എന്തേലും സംഭവിച്ചത് നിങ്ങൾ കാരണമാണെങ്കിലേ ഒരൊറ്റ എണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. അതെന്താന്ന് വെച്ചാ ചെയ്യേ. ആദ്യം ഇങ്ങോട്ട് വരാൻ നോക്ക്. അവള് പറഞ്ഞത് കേട്ടില്ലേ? ഒരു സംശയം വേണ്ട, മമ്മി അവരെല്ലാവരും ചേർന്ന് ആക്രമിച്ചത് തന്നെയാ. അങ്ങനെയൊന്നും ആയിരിക്കില്ല മാഡം. മിണ്ടിപ്പോരുത്. അവളെ ന്യായീകരിക്കാൻ എന്റെ മുന്നിൽ വെച്ച് ശ്രമിക്കണ്ട.
സിനി ചേച്ചിയുടെ കൂടെ ഗാഥയുണ്ട്. നമ്മൾ മേഡത്തെ എന്തൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ അവള് സംസാരിക്കുന്നത്. അവരുടെ വായിന്ന് അതൊക്കെയല്ലേ വരൂ. നമ്മളത് കാര്യമാക്കണ്ട. ഇനിയിപ്പോ വന്നിട്ട് എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടാൻ പോകുന്നേ. അമ്മ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ആ അതെ, നമുക്ക് ആ കാഷ്വാലിറ്റിയുടെ അങ്ങോട്ട് പോവാം. നടക്ക്, വാ മോളിക്കുട്ടി. ഈ നിൽക്കുന്ന ഗാഥ വേറൊരു ഗാഥയെ ഫോൺ വിളിച്ചു. ഈ ഗാഥ ഇവിടെ നിൽക്കുമ്പോ തന്നെ അടുത്ത ഗാഥ ഇങ്ങോട്ട് വരുന്നു. എടാ ഉദയാ, നിന്റെ സമയം തെളിഞ്ഞടാ. ഇട എത്രമാത്രം അടി കൊണ്ടടാ നീ ഇതിനു വേണ്ടിയിട്ട്. ഇതാണ് നിന്റെ സമയം, ഇതാണ് സമയം. വേദനയുണ്ടോ? എന്നിവിടെ ആരാ കൊണ്ടുവന്ന? ഞാൻ അവരിപ്പോ വിളിക്കാം. ദേ, നിങ്ങളുടെ ആ പേഷ്യന്റ് കണ്ണു തുറന്നിട്ടുണ്ട്. ചെന്നോളൂ. അമ്മേ, വേദന എടുക്കുന്നുണ്ടോ? വല്ലത് പേടിച്ചോ? ഒരുപാട് രക്തം പോയിരുന്നു. മോള് തനിച്ചാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? വെറുതെ ചിന്തിച്ച് തലവേദനിക്കണ്ട. എന്താ നടന്നതെന്നേ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളെല്ലാരും കൂടി പുറത്തേക്ക് പോകാൻ പോകുമ്പോ ഒരു ശബ്ദം കേട്ട് അകത്തേക്ക് ഓടി വന്നതാ. വന്ന് നോക്കിയപ്പോ തലേന്ന് രക്തം ഒഴുകി ബോധമില്ലാതെ കിടക്കുക. പിന്നെ ഞങ്ങളാരും മനുഷ്യരല്ലെന്ന് മേഡം ആക്ഷേപിച്ചെങ്കിലുവേ ഞങ്ങൾക്ക് അങ്ങനെ പോവാൻ പറ്റില്ല. എന്റെ കാറിലാണോ വന്നത്? ആരാ ഡ്രൈവ് ചെയ്തേ? കാറിന്റെ താക്കോൽ അവിടെ എങ്ങും നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ മേഡം കുറച്ചു മുമ്പ് പുച്ഛിച്ചൊരു വാഹനം ഉണ്ടല്ലോ, എന്റെ ഓട്ടോ, ആ അതിലായിരുന്നു സവാരി.